ഹലോ ഹായ്. നമ്മൾ നമ്മുടെ ചാനലിലെ നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് റിവ്യൂ പറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് സിനിമക്കൊക്കെ റിവ്യൂ പറയണമെന്ന്. ഞാനും വൈഫ് ഒരുപാട് സിനിമ കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ സിനിമാ പ്രേമികളാണ്. അപ്പോൾ അങ്ങനെ അവിചാരിതമായിട്ടാണ് ദി ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവി ഇന്നലെ കാണുകയുണ്ടായി. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ആ സിനിമയെ കുറിച്ചിട്ട് തന്നെ റിവ്യൂ പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഒരു റിവ്യൂ ആയിട്ട് ഇടുന്നത്. ആദ്യത്തെ റിവ്യൂ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ത്രില്ലർ പ്രേമികളാണ്, നിങ്ങൾ ത്രില്ലർ സിനിമ പ്രേമികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണും. കാരണം അത്രയും ഗംഭീരമാണ് ഈ സിനിമ. ഒരു 5-6 ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് ഇജാതി ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഒരു കഴിവ് വേണം. അത് ഞാൻ സംവിധായകനെ അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ചില വാതിലുകൾ തുറക്കാൻ പാടില്ല, തുറക്കരുത് എന്ന് പറയും പോലെ അങ്ങനത്തെ ഒരു സിനിമയാണ് ഈ സിനിമ. അതാണ് ഈ സിനിമയുടെ ഒരു ലൈന്. അപ്പോൾ ഞാൻ ആ വാക്ക് നിങ്ങളോട് പറയാൻ കാരണം, ഈ സിനിമ കാണുന്നതിന് മുമ്പ് ആ വാക്കൊന്ന് ഓർക്കുക, എന്നിട്ട് ഈ സിനിമ കാണുക. ചില വാതിലുകൾ ഒരിക്കലും തുറക്കരുത്. ഈ വാക്ക് ഓർത്തിട്ട് ഈ സിനിമ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ, ഈ സിനിമയുടെ ഒരു 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 എന്താ പറയുക, ലഹരി കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ ഭയങ്കര, അതായത് ഈ ത്രില്ലർ പ്രേമികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു സംഭവം പ്ലോട്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് വിദേശ സിനിമകളിലും മലയാളത്തിൽ അടക്കം ഈ സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ നമുക്കൊരു പുതുമയുള്ള ചിത്രമായിട്ട് തന്നെ നമുക്ക് തോന്നുക. കാരണം എന്ന് വെച്ചാൽ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ് ഭയങ്കര, അതായത് എല്ലാവരും ഭയങ്കര ഗംഭീര പ്രകടനമാണ്. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ മില്ലി എന്ന് പറയുന്ന ഒരു യുവതി ജോലി അന്വേഷിച്ചൊരു വീട്ടിലെത്തുകയും അവിടെ ഒരു വേലക്കാരിയായിട്ട് ജോലി കയറുകയും ചെയ്യുകയാണ്. അവിടുന്ന് മുതൽ ഈ സിനിമയുടെ സ്വഭാവം മാറി. അപ്പോൾ നമ്മൾ അത് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ത്രില്ലർ സിനിമയാണല്ലോ. അപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയാം. പക്ഷെ ഞാൻ പറയാനുണ്ടോ, ഗംഭീര സിനിമയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ടൈം വേസ്റ്റ് ആവില്ല. ഈ ചിലപ്പോൾ നമുക്ക് ടിസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ. എന്നാലും ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല, ചില ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഈ സിനിമ നമ്മളെ ലാസ്റ്റ് വരെ പിടിച്ചിരുത്തും. അവസാനം എൻഡിങ്ങൊക്കെ ഗംഭീരമാണ്. അതായത് ഈ സിനിമയുടെ എൻഡിങ്ങൊക്കെ ഭയങ്കര അടിപൊളി. നമ്മൾ വിചാരിക്കാത്തൊരു സാധനമൊക്കെ തരും നമുക്ക്. അപ്പം എന്തായാലും ഈ സിനിമ കാണണം നിങ്ങൾ. ത്രില്ലർ പ്രേമികൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും കാണണം. ഇപ്പം കൂടുതലൊന്നും ഈ സിനിമയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മുതിർന്ന ആൾക്കാർ കാണുക, കുട്ടികളെ കാണിക്കാതിരിക്കുക. കാരണം ഈറോട്ടിക് രംഗങ്ങളും കുറച്ച് വയലൻസൊക്കെ ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് മുതിർന്ന ആൾക്കാർ മാത്രം കാണാൻ ശ്രമിക്കുക. അത് 18+ ആണ് സിനിമ, അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞിടത്തോളം കാലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ വിചാരിക്കാത്തൊരു സാധനമാണ് നമുക്കിങ്ങനെ കിട്ടാൻ പോവുക. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ആ വീടിൻ്റെ ഉള്ളത്തെ രഹസ്യം എന്താണ്, അടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്ത് സംഭവിക്കും, എന്തുണ്ടാവാൻ പോകുന്നത്, ഇതെന്താ ഇങ്ങനെ പോകുന്നു ഈ സിനിമ, ഇതെന്താ ഇങ്ങനെ വരുന്നത്, ഇവർ പോയോ, അവർ വന്നോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. കുറേ സംശയങ്ങളൊക്കെ തോന്നും. പക്ഷേ ലാസ്റ്റൊക്കെ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും. അവസാനം ഗംഭീരമായിട്ട് അവസാനിപ്പിച്ചിട്ടാണ് ഈ സിനിമ കഴിയുന്നത്. വേറൊരു സിനിമ വേണമെങ്കിൽ എടുക്കാം, നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ആ രീതിക്കൊക്കെയാണ് സിനിമ കഴിയുന്നത്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലിടുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിവ്യൂ ആണ്. റിവ്യൂയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മൾ ചെയ്യുന്ന പോലെ ബെറ്ററായിട്ട് നല്ല റിവ്യൂകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നോക്കാം. നല്ല സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.